ഇതുവരെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഇത്ര ദേഷ്യത്തിൽ കണ്ടിട്ടില്ല. പ്രതിപക്ഷം ഇന്നലെ സഭയിൽ ബഹളം വെച്ചപ്പോൾ പോലും സ്പീക്കർ വളരെ സംയമനത്തോടെയാണ് പെരുമാറിയത്. എന്നാൽ ഇന്ന് അപ്രതീക്ഷിതമായി സഭയിൽ അദ്ദേഹം ദേഷ്യപ്പെടുകയുണ്ടായി. തൃക്കാക്കര MLA ഉമാ തോമസ് സഭയിൽ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് സംഭവം നടന്നത്. ശ്രീമതി ഉമാ തോമസ് ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ എന്ന് തുടങ്ങിയാണ് സ്പീക്കർ പൊട്ടിത്തെറിച്ചത്. നമ്മുടെ ഈ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടത്തുന്ന പോലെ സഭ ഗൗരവകരമായ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ നടുവിലൂടെ ഓളം വെട്ടിപ്പോകുന്നത് ഒഴിവാക്കണമെന്നാണ് സ്പീക്കർ പറഞ്ഞത്. ഇത് മറ്റാരെക്കുറിച്ചുമല്ല സ്പീക്കർ പറഞ്ഞത്, സഭയിൽ കറങ്ങി നടന്ന മുൻ ധനമന്ത്രി ബാലഗോപാലിനെ കുറിച്ചാണ്. ഉമാ തോമസ് സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ അവർക്ക് പുറകിലൂടെ അലസമായി നടന്നു പോന്ന ബാലഗോപാലിനെ നമുക്ക് സഭയിൽ കാണാൻ കഴിയും. ഇത്തരം രീതി കടുത്ത അച്ചടക്ക ലംഘനമാണെന്നും അത്തരം പ്രവണതകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അദ്ദേഹം കടുത്ത ഭാഷയിൽ ആവശ്യപ്പെട്ടു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ശ്രീമതി ഉമാ തോമസ്, ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. നമ്മുടെ ഈ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടത്തുന്നത് പോലെ, ഉമാ തോമസ് ഒരു സെക്കൻഡ്, ഈ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടക്കുന്നത് പോലെ സഭ ഗൗരവതരമായി ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ നടുവിലൂടെ ഓളം വെട്ടിപ്പോകുന്നത് ദയവായിട്ട് ഒഴിവാക്കണം. പല പ്രാവശ്യം നമ്മൾ ഇത് പറഞ്ഞതാണ്, ഇനി പറയാൻ ഇടയാക്കരുത്. ഇനി ഉമാ തോമസ് പ്രൊസീഡ് ചെയ്തോളൂ. സർ, കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ JLN സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെ 11 സ്റ്റേഷനുകളോടെ 11.2 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും തൃക്കാക്കര മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സർ, ഈ പദ്ധതിക്കായി DPR സമർപ്പിച്ചത് 2019 ജനുവരിയിലാണെങ്കിലും കോവിഡും മറ്റു പല കാരണങ്ങളാലും 2022 നവംബറിൽ അനുമതി ലഭിച്ച ഈ രണ്ടാം ഘട്ട മെട്രോ പ്രവർത്തനത്തിന് 1957.05 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. സർ, ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ട പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ വളരെ ദീർഘവീക്ഷണത്തോടെ 22 റോഡുകൾ BM&BC ലെവലിനേക്കാളും ഉയർന്ന നിലയിലും 4 പാലങ്ങളും നിർമ്മിച്ച് ഔട്ടർ റിങ്ങിൽ നിന്ന് പോലും വരുന്ന ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ഗതാഗത സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് മെട്രോ പ്രവർത്തനങ്ങൾ നടന്നത്. എന്നാൽ ഇന്ന് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. സർ, ജനങ്ങൾക്ക് ബദൽ സംവിധാനം ഒരുക്കുന്നതിനായി ഒരു സിംഗിൾ റോഡ് പോലും സജ്ജമാക്കാതെയാണ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സർ, ഇതിൻ്റെ ഫലമായി എൻ്റെ മണ്ഡലത്തിൽ അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സർ, ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി, കിൻഫ്ര, സെസ്, കളക്ടറേറ്റ് അടക്കം ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് ജീവനക്കാർ ജോലി ചെയ്യുന്ന ഈ പ്രദേശത്ത് യാത്ര ദുഷ്കരമായി മാറിയിരിക്കുകയാണ്.